ചിക്കൻ വറുത്തതാ ചിക്കൻ വറുത്തുണ്ടാക്കോ ചിക്കൻ വറുത്ത ഉണ്ടാക്കി തരാം പണി ഒരു വാഴയിലോട്ടിക്കൊണ്ട അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കി തരാം വാഴയിൽ സ്പെഷ്യൽ അടിക്കാം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ വാഴയിലയിൽ ചുട്ടെടുക്കാം അതിന് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം പിന്നെ പഴം അത് ഇവിടെ ഉണ്ടായതാണ് വീട്ടിലുണ്ടായ പഴമാണ് പഴം നമ്മൾ ഇതിൽ ആഡ് ചെയ്യണില്ല ഇത്തിരി കാശ്മീരി ചില്ലി ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഗരം മസാല ഒരിത്തിരി തൈര് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ഇട്ട് നല്ലോണം റെഡിയാക്കിയിട്ടുണ്ട് മസാല ഇട്ട് നല്ല സെറ്റപ്പാക്കി ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് ഒരു നേരം ഇരിക്കട്ടെ അപ്പോഴേ നമുക്ക് വാഴയിലേക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം വാഴയിലൊന്ന് സെറ്റപ്പാക്കി എടുക്കണം ഇതുപോലെ വാട്ടുക ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഴല മുറിഞ്ഞു പോവില്ല ഒടിഞ്ഞു പോവില്ല കീറിപ്പോവില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഇങ്ങനെ വാട്ടിയെടുത്താൽ വാട്ടിയെടുക്കുമ്പോൾ കളറ് മാറണുണ്ട് കളറ് മാറണം പച്ച കളറ് ഡാർക്ക് പച്ച കളറ് പോയിട്ട് നമുക്ക് ലൈറ്റ് പച്ച കളറായി മാറും ഇതുപോലെ വാട്ടിയെടുക്കണം വാട്ടി ഇതുപോലെ നല്ലോണം വാട്ടിയെടുക്കാം അപ്പോൾ വാഴയില റെഡി ആയിട്ടുണ്ട് നമുക്ക് വാഴയിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചേക്കണം ചിക്കൻ നമുക്ക് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒതുക്കി വെക്കാം നല്ലോണം സെറ്റപ്പാക്കി എടുക്കണം അത് നമുക്ക് കെട്ടിയെടുക്കാം നമുക്ക് രണ്ട് വാഴ വെക്കാം രണ്ട് വാഴ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കെട്ടിയെടുക്കുന്ന സാധനത്തിലാണ് കെട്ടിയെടുക്കണമെങ്കിൽ ഇത്തിരി പണിയാണ് അതുകൊണ്ട് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഇത് ജ്യൂസൊന്നും പുറത്ത് പോരുതല്ല അതുകൊണ്ട് നല്ല രീതിക്ക് ഇങ്ങനെ മടക്കിയെടുക്കണം ഇതുപോലെ മടക്കുക അങ്ങോട്ട് മടങ്ങി വരും കീറിപ്പോടാ വാട്ടിയെടുത്താണ് പക്ഷേ കീറിപ്പോ എന്നാലും കുഴപ്പമില്ല നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ലാണ്ട് പോകണം വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് വെച്ച് കെട്ടാം
ഇവിടെ നമുക്കിങ്ങനെ കെട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം കെട്ടിയിടുക. ഇങ്ങനെ കെട്ടിയിടുക. സംഭവം നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് ചെറുതായിട്ട് ലീക്കായിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് അടപ്പ് കത്തിക്കാം, ഫ്രൈ പാൻ വെക്കാം. ഫ്രൈ പാൻ ഒന്ന് ചൂടാകട്ടെ. പിന്നെ ഫ്രൈ പാൻ്റെ കളറും ഇതൊന്നും നോക്കണ്ട, അത് നമുക്ക് അത് ശരിയാവും. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ, ഓയിലില്ല ഒഴിക്കാനായിട്ട്, അപ്പോൾ ഇത്തിരി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരുന്ന് അങ്ങോട്ട് സെറ്റാകട്ടെ. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കുറച്ചിട്ട് ഒന്ന് വേകട്ടെ. അപ്പോൾ നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം എന്തായിരുന്നു സംഭവം. കൊള്ളാലോ. ഇങ്ങനെ നമുക്ക് മറിച്ച് വെക്കണ്ടേ, മറിച്ച് വെക്കണം. മറിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പണിയാണ് മറിച്ച് വെക്കാനായിട്ട്. ഒരു 2 സ്പൂണുണ്ടെങ്കിൽ മറിക്കാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. നമുക്ക് ഇവനെ ഇത്തിരി നേരം മൂടി വെക്കാം. മൂടിയിരുന്ന് അങ്ങോട്ട് വേഗട്ടെ അങ്ങോട്ട്. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ചൂടാണ്, കയറി പിടിക്കേണ്ട, കൈയൊക്കെ പൊള്ളു. ആഹാ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ആദ്യത്തെ പോലത്തെ വശം തന്നെ ഒന്നും കൂടെ ഒന്ന് കൊള്ളിക്കാം. ഈ വശം കുഴപ്പമില്ല, നല്ല രീതിക്കൊന്ന് സെറ്റപ്പായിട്ടുണ്ടാക്കാം. ഒന്നും കൂടെ ഒന്ന് ഇരിക്കട്ടെ. നമുക്ക് മൂടി വെക്കാം. നല്ല ഉള്ളൊക്കെ നല്ലോണം ഒന്ന് വേഗട്ടെ. അത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. സംഭവം സെറ്റപ്പായിട്ടുണ്ട്. ക്യാമറയിൽ കുറച്ച് പുക കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അവിടെ ആ ഇടി കിടക്കുന്നതാണ്. നമുക്ക് എന്താണെന്നും തുറന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലേ, അടിപൊളിയായിരിക്കണം. സൂപ്പറാക്കുന്ന മായില്ലെങ്കിൽ അല്ലേ. തുറക്കട്ടെ, തുറക്കാൻ ഇത്തിരി പണിയാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ച ആക്കിനെ നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിട്ട് ഇടാം. അപ്പോൾ ചിക്കൻ വറുത്ത് കൊടുക്കാനാണ് പറഞ്ഞത്, പക്ഷെ ചിക്കൻ വറുത്ത് കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് വാഴയിലയിൽ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇയാളാണ് ചോദിച്ചത്, അയാളാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, എങ്ങനെ ഉണ്ടെന്ന് പറയും. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, എങ്ങനെ ഉണ്ടെന്ന് പറയും. ഞാനും ഒരു കഷ്ണം കൂടെ എടുക്കാം. ഉണ്ടെന്ന് പറയാം. അയാൾ പറയാം എങ്ങനെ ഉണ്ടെന്ന് പറയാം. അടുത്താൾ പറട്ടെ. അടുത്താൾ പറയും. അങ്ങനെ പറയുള്ളു കേട്ടാ. സംഭവം കൊള്ളാം, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്ത് കൊടുക്കണം, മറന്നു പോകരുത്. അപ്പൊ അടുത്ത വീഡിയോയുമായി മേജോ FK.